ഒരു വിശേഷം നടക്കുന്ന വീടാ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആളില്ല. വെണ്ടിത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത് മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. പറഞ്ഞിട്ട് പോയാ തിരിച്ചു വരണ്ടേ? ഞാനൊന്നും പറയുന്നില്ല. എന്റെ പൊന്നുമക്കളെ, നിങ്ങളാരും നേരിട്ട് വിളിക്കാൻ എനിക്ക് പറ്റിയില്ല, ക്ഷമിക്കണം. എന്തായാലും നിങ്ങൾ നേരത്തെ തന്നെ വന്നല്ലോ. ഇനിയിപ്പോ കൂട്ടുകാരുടെ കാര്യങ്ങള് നിങ്ങൾ തന്നെ അങ്ങ് നോക്കിക്കൊള്ള. അത് ഞങ്ങൾ ഏറ്റു വന്നു. ഇവളിപ്പോ ഞങ്ങളുടെ മുത്തല്ലേ. മക്കളെ, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാനും വേണം, കഴിക്കാനും വേണം. ആദ്യം ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ആന്റി എന്താന്ന് വെച്ചാ തന്നു, അത് ഞങ്ങൾ കഴിച്ചോളാം. എടി, പറഞ്ഞത് കേട്ടില്ലേ? മുറിയിൽ പോയി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. എന്തെങ്കിലും പറയുന്നത് കേട്ട് അവിടെ വായും പൊളിച്ചങ്ങ് നിന്നോളും. അമ്മേ, എടി ചെല്ലാൻ പറഞ്ഞില്ലേ? ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം ആന്റി. നിക്കടി അവിടെ. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തിട്ട് വേഗം വന്ന് അടുക്കളയിൽ കയറണം. എന്നിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കണം. ശരി മുത്തശ്ശി. എന്തിനമ്മേ വരുന്നവരുടെയും പോകുന്നവരുടെയും മുന്നില് അവൾ ഇങ്ങനെ ചെറുതാക്കി കാണിക്കുന്നത്? അതുകൊണ്ട് അമ്മയ്ക്ക് എന്താ കിട്ടുന്നേ? എന്നാ അവളെ ഞാൻ തലയിൽ എടുത്തു വെച്ചേ കാവടി പോലെ കൊണ്ടു നടക്കാം, എല്ലാവരെയും കാണിക്കാൻ. എന്താ, അത് മതിയോ? അതിഥികളെല്ലാം ഇനി എത്താറുണ്ട്. അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ അവളുടെ മനസ്സിന്റെ അവസ്ഥ എന്താവും? അവക്ക് കാര്യങ്ങൾ മനസ്സിലാവൂല്ലോ. ആ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഹലോ. ആ, പരമേശ്വരനാ തിരുമേനി. ആ, പറയൂ. എന്തായി ഒരുക്കങ്ങളൊക്കെ? ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ മോളിലെ കുറച്ച് കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്. അവരെല്ലാരും കൂടി അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണാവോ വിളിച്ചത്? അത് പറഞ്ഞാൽ എനിക്കും തിരുമേനിക്കും പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ വെറും ഒരു താലികെട്ട് ചടങ്ങ് മാത്രമല്ലല്ലോ. പുറം ലോകത്ത് കാണുന്നത് മുഴുവൻ ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ഇവിടെ എല്ലാവരും കൂടി അങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന് തിരുമേനെ അറിയിക്കാനാ ഞാൻ വിളിച്ചത്. അല്ല, വിവാഹത്തിന് മുമ്പ് ഇനിയിപ്പോ എന്ത് ചടങ്ങാ? അത് ഈ മഞ്ഞൾ കല്യാണം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ, അതിനെക്കുറിച്ചാ. ഇവിടെ കൽപ്പനയും ഉർവശിയും ബാക്കി എല്ലാവരും അത് നടത്തണം എന്നുള്ള നിർബന്ധത്തിലാ. അല്ല, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? അറിഞ്ഞുകൂടാത്തോണ്ടാണേ ഞാനിങ്ങനെ ചോദിക്കുന്നത്. ഒന്നുമില്ല തിരുമേനി, ഇവിടുന്ന് കുറച്ചു പേര് പൂജിച്ചെടുത്ത കുറച്ച് മഞ്ഞളുമായിട്ട് അവിടെ വരും. പിന്നെ അതിന്റെ ആഘോഷങ്ങള് അതൊക്കെ ഇവർക്കൊക്കെ അറിയാവൂ. അതിപ്പോ ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചിട്ട്. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെന്നില്ല. അച്ഛാ, ആ ഫോണിങ് കൽപ്പനയാ. എന്താ മോളെ? പ്രിയങ്ക വധുവായിട്ട് കയറി വരുന്നതേ കണിമംഗലത്തേക്കാ. നിങ്ങളുടെ ചടങ്ങുകൾ മാത്രമായിട്ട് വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കും ചില ചടങ്ങുകളില്ലേ? എന്താ ചടങ്ങെന്ന് കേട്ടപ്പോ പേടിച്ചോ?
അതോ അതിന്റെ ചെലവിനെ കുറിച്ച് ഓർത്താണോ പേടി? അല്ല മോളെ, വിവാഹത്തിന് ചിലവെന്തായാലും ഞാൻ ചെയ്തല്ലേ പറ്റൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ മഞ്ഞൾ കല്യാണം അതിന് അങ്ങളെ ഹൽദി ഉണ്ടോ? ഏ? ഹൽദി ഉണ്ടെങ്കിൽ അത് കിടക്കും അങ്ങളെ. വൺസ് ഇൻ എ ലൈഫ് നടക്കുന്ന കാര്യല്ലേ, നമുക്കത് ഗംഭീരാക്കാം. ആ പറഞ്ഞത് ആരായാലും അവർക്ക് വിവരമുണ്ട്. മോളെ ഫോണിങ് തന്നെ. ആ തിരുമേനി, അവിടെയുള്ളവരുടെ തീരുമാനം പോലെ നടക്കട്ടെ. ചടങ്ങ് നടത്താൻ എനിക്ക് സമ്മതമാണ്. ഇവിടെ പ്രിയങ്കമോളുടെ കൂട്ടുകാരികളും പറയുന്നു അതൊക്കെ ഇപ്പത്തെ ഫാഷനാണെന്ന്. നമുക്കത് ഗംഭീരാക്കാന്നേ. പിന്നെന്താ ആലോചിക്കാനാ? എങ്കിൽ ശരി, കുറച്ചു കഴിഞ്ഞ് പത്മിനി അങ്ങോട്ട് വിളിക്കും. ആ ശരി. മുതിർന്ന ഒരാളോട് സംസാരിക്കുമ്പോ കുറച്ചുകൂടി മര്യാദയാവാം. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. തിരുമേനി ഇപ്പൊ ഇവിടുന്ന് ചെല്ലുന്ന ആളുകളുടെ കണക്കെടുക്കായിരിക്കും. ചെല്ലുന്നവർക്കേ ഒരു നേരത്തെ ഭക്ഷണം തന്നാലും ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഏട്ടത്തി പറയുന്നതിനൊക്കെ ഞാൻ പ്രതികരിക്കേണ്ടെന്ന് കരുതിയിട്ടാ. അച്ഛാ, സത്യത്തിൽ അവർ ഈ ചടങ്ങിന് നിർബന്ധിക്കണ്ടായിരുന്നു. കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വിവാഹബന്ധം നടക്കട്ടെ. തിരുമേനിയുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തന്നെ വേണ്ടത് ചെയ്തോളാം. യശോദേ, എന്താ? നേരത്തെ പറഞ്ഞ ആ ചടങ്ങില്ലേ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ വേണ്ടതെന്ന് പിള്ളേരോട് താൻ ചോദിച്ചോ? ആ ഞാൻ ചോദിച്ചു. വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, പിന്നെ കുറെ മധുര പലഹാരങ്ങൾ വേണം, പിന്നെ എന്തോ പൂക്കളോ ഒരുക്കങ്ങളോ. അവളുടെ കൂട്ടുകാരികൾ അവിടെ ഇരുന്ന് ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കുക. എല്ലാറ്റിനും കൂടി എത്ര ചെലവാകുന്ന? നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് അഭിപ്രായം പറയാന്? പിന്നെ ഈ മഞ്ഞൾ കല്യാണം കഴിഞ്ഞ പാട്ടും ഡാൻസും എന്തൊക്കെയോ പറയുന്നുണ്ട്. കല്യാണ ചെലവിലേക്ക് തന്നെ കൈ നീട്ടാൻ ഇനി ആരുമില്ല. കിട്ടാവുന്നിടത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. കൊക്കിലൊതുങ്ങാത്തതാണോ കൊത്തിപ്പോയതെന്നൊരു സംശയം. അല്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആലോചിക്കണ്ടോ? കാര്യം ശരിയാണ്. കാലഘട്ടം മാറിയിട്ടുണ്ട്, പിള്ളേരുടെ ആഗ്രഹങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോ ശരിയെന്നും പറഞ്ഞ് തലകുലിക്കാ പോരല്ലോ. എടുക്കാൻ പണം വേണ്ടേ? ഇതിപ്പോ ഇങ്ങനെ കഴിയും. നാളെ വിവാഹം കഴിഞ്ഞിട്ട് കേട്ടുകേൾവില്ലാത്ത മറ്റു ചടങ്ങുകൾ വന്നാലോ? അതിന് ചെലവുകൾ താങ്ങാൻ പറ്റാതെ വന്നാലോ? ആ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ മോക്കല്ലേ അതിന് നാണക്കേട്. ഞാനിപ്പോ എന്ത് പറയാനാ? തന്നെ കൊണ്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ചോദിക്കാനല്ല ഞാനിപ്പോ വിളിച്ചത്. മനസ്സിന് തീ പിടിക്കുമ്പോ ആരോടെങ്കിലും അതൊക്കെ ഒന്ന് പറയണല്ലോ. നമ്മുടെ അവസ്ഥ കണിമംഗലത്തുകാർക്ക് നന്നായിട്ട് അറിയാലോ. കൂടുതൽ ചടങ്ങുകളൊന്നും പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നും അറിയാം. ആ, ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. മുന്നോട്ട് പോയല്ലേ പറ്റൂ. സംസാരിക്കുന്ന കൂട്ടത്തില് നീ പ്രിയങ്കമോളോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. എന്താ? അവിടെ ചെന്ന് വലിയ വലിയ കാഴ്ചകളൊക്കെ കാണുമ്പോ ഒപ്പം പിടിക്കണമെന്നൊരു തോന്നല് നമ്മുടെ മോളുടെ മനസ്സിൽ വരും. അപ്പൊ പിന്നെ അവൾക്ക് പലതിലും നമ്മളെ നിർബന്ധിക്കേണ്ടി വരും. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും അച്ഛന്റെ പണപ്പെട്ടിയുടെ അവസ്ഥയെന്ന് ആലോചിക്കണമെന്ന് അവളോട് പറയാ. താൻ അങ്ങോട്ട് ചെല്ല്. ഞാന് ഒന്ന് രണ്ട് പേരും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. കുറച്ചുകൂടി കാശ് വേണേ. ആ
പോയിക്കോളൂ. പിള്ളേരുടെ ലിസ്റ്റിലുള്ള സാധനങ്ങള് വൈകാതെ തന്നെ വാങ്ങിപ്പിക്കാന്ന് പറയൂ. ഉം. ചെല്ലുക. എന്തു പറ്റി മോനെ? ഏയ് പരിഭ്രമിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ വന്നതാ. നാളെ കല്യാണമാണ്. പെണ്ണിന്റെ വീട്ടിലേക്ക് പയ്യൻ വന്നുകൂടാന്നൊക്കെയാണ് ചടങ്ങ്. അതൊരു വിരോധമായിട്ട് തോന്നുന്നില്ല എങ്കിൽ? എന്ത് വിരോധം? ചടങ്ങുകളൊക്കെ നിങ്ങളായിട്ട് തന്നെ മാറ്റിമറിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഇതൊരു സാധാരണ സംഭവം. അകത്തേക്ക് വരിക. യശോദേ, അമ്മേ, ഇരിക്കും മോനെ. വരുൺമോൻ വന്നോ? മോളെ, ഒരു ചായ ഇങ്ങ് എടുത്തിട്ട് വാ. അല്ല, മോൻ എന്താ വന്നത്? അത് കുറച്ചു മുമ്പ് അച്ഛൻ മഞ്ഞൾ കല്യാണത്തിന്റെ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ? ആ. നിങ്ങളാരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞ അങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ആ. ഇവിടെ പ്രിയങ്കയുടെ കൂട്ടുകാരികളുണ്ട്. അവര് വിശദമായിട്ട് പറഞ്ഞു തന്നു. അതിനുള്ള ഒരുക്കത്തില്. ബുദ്ധിമുട്ടായോ? ഏയ്, ബുദ്ധിമുട്ടൊന്നും ആയില്ല. ഇക്കാര്യം ചോദിക്കാൻ വേണ്ടി മോനിങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നു. നാളെ മുതൽ ഞാൻ കണിമംഗലത്തെ മാത്രം മോനല്ലല്ലോ, ഇവിടത്തെയും കൂടിയല്ലേ. അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങൾ കൂടിയല്ലേ. അങ്ങനെ സംസാരിക്കുന്നത് മോന്റെ നല്ല മനസ്സ്. കൊടുക്കുമോളെ. നീ അകത്ത് പോ. ഇനി ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാം. കല്യാണവും മറ്റും പെട്ടെന്നായതുകൊണ്ട് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വലിയ വലിയ ചടങ്ങൊന്നും ആര് പറഞ്ഞാലും ഇനി ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ ഇതൊന്ന് ബാങ്കിൽ കൊടുത്താൽ ഇത് മാറ്റിയെടുക്കാം.
അത്യാവശ്യം കടങ്ങളൊക്കെ ആരുടെങ്കിലും നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിയെടുക്കാം. കല്യാണം ഒരു കാരണവശാലും അച്ഛനൊരു ബാധ്യതയാവരുത്. നല്ല മനസ്സോടെയാണ് ഞാനിത് തരുന്നത്. സ്വന്തം മകനെ പോലെ. മോനെ, മോന്റെ ഈ വരവും മോൻ കാണിച്ച പ്രവൃത്തിയും മനുഷ്യത്വത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പക്ഷേ ഈ പണം അച്ഛന് വേണ്ട. നാണക്കേട് തോന്നിയിട്ട് നിരസിക്കുന്നൊന്നുമല്ല. മോൻ ഇപ്പൊ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് എന്റെ മോളോട് കാണിച്ചാൽ മതി. ഞങ്ങൾക്ക് അതിലും വലിയ സന്തോഷമൊന്നുമില്ല. അല്ല ചാ, ഇത് വെച്ചോളൂ. വേണ്ട മോനെ. കുറച്ചു മുൻപേ വലിയ വീട്ടിലേക്കൊരു പെണ്ണ് കൊടുക്കുമ്പോ ഇനി എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച് അച്ഛൻ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ആ സങ്കടം മാറ്റാൻ ദൈവം പറഞ്ഞിട്ട് എത്തിയതുപോലെയാ മോൻ വന്നത്. ഇപ്പൊ അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, ആ സങ്കടം ഇപ്പൊ ഉണ്ടോന്ന്. അല്ല, മോനിങ്ങോട്ട് പോന്ന കാര്യം വീട്ടിലെ ആർക്കെങ്കിലും അറിയോ? ഏയ് ഇല്ല മുത്തശ്ശി, അവരെ ആരെയും അറിയിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ഇനി മുതല് മോൻ ഈ കുടുംബത്തിലൊരു അംഗമാണ്. അച്ഛൻ എന്തെങ്കിലും സങ്കടം വന്നാ ഇവിടെയുള്ളവരോട് പറയുന്ന സ്വാതന്ത്ര്യത്തോടെ അച്ഛൻ മോനോടും പറയും. എപ്പോഴെങ്കിലും കാര്യങ്ങൾ അച്ഛന്റെ കയ്യിൽ നിൽക്കാതെ വന്നാ, അച്ഛൻ എന്തെങ്കിലും വേണ്ടി വന്നാൽ അപ്പ അച്ഛൻ ചോദിച്ചോളാം. എന്നാ ശരി, ശരി. ഇറങ്ങട്ടെ. എന്തൊരു നല്ല പയ്യൻ. എല്ലാം നമ്മുടെ പ്രിയങ്കമോളുടെ ഭാഗ്യം. യശോദേ, എന്താ പറയേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലോകം പിടിച്ചടക്കിയ ഒരു സന്തോഷം. ഇക്കാലത്തെ പിള്ളേരിങ്ങനെയൊക്കെ പെരുമാറൂ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണേ ഭഗവാനെ.